Hello friends, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ആമസോൺ നമ്മൾ ഫ്രീഡം ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീൽസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾക്ക് ഡീൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സ്മാർട്ട് വാച്ചുകൾ, അതുപോലെ തന്നെ TWSകൾ, ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ TVs, ലാപ്ടോപ്സ്, അങ്ങനെ കുറേ സംഭവത്തിന് നല്ല ഇഷ്ടംപോലത്തെ ഡീൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആക്ച്വലി വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പുതിയൊരു ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഡീൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡീൽസ്, സാധാരണ വരണക്കാട്ടും നല്ല അത്യാവശ്യം ഡീൽസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് പ്രൊഡക്ട്സ് കാരണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് അറിയാം, ഒരു 15-നൊക്കെ തുടങ്ങിയതാണ് നമ്മുടെ സെയിൽസ്. അപ്പോൾ 20-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡീൽസുകളുടെ കാര്യം നമുക്ക് പറയാം, അതിൻ്റെ പ്രൈസുകളുടെ കാര്യം പറയാം. അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാ ഡീൽസിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈസിയായിട്ട് പോയി വാങ്ങിക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിനെ വിളിച്ച് നമ്മൾ ആമസോണിൽ നിന്ന് ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ആമസോൺ സെയിൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ സൗണ്ട് ബാറിലേക്ക് പോകും. അപ്പോൾ സൗണ്ട് ബാറിൽ നമുക്ക് സോണിയുടെ 520 600 മോഡലുണ്ട്. അതിന് ആക്ച്വലി നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 15,999 നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളൊരു സൗണ്ട് ബാർ, നല്ല ക്വാളിറ്റി സൗണ്ട് ബാർ ഒരു ആവറേജ് റേഞ്ചിൽ നോക്കാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് നമ്മുടെ സോണിയുടെ HT 520 600 മോഡൽ കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിൻ്റെ അവൻ്റെ 3150D എന്ന് പറഞ്ഞൊരു മോഡലിന് 12,899 ആയിട്ടുണ്ട്. അതുപോലെ JBLൻ്റെ SP241 നമുക്ക് 6,999 അവൈലബിൾ ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നു അതിന് 8,999 സംതിങ് റേഞ്ച് ഉണ്ടായിരുന്നു. 2,000 ഓൾമോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സെബ്രോണിക്സിൻ്റെ 9500WS Pro എന്ന് പറഞ്ഞ മോഡലിന് 14,999 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡീൽസ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ CCTVയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മീൻ്റെ 360 2K ക്യാമറയുടെ മുമ്പ് വീഡിയോ നമ്മളിട്ടുണ്ട്. ഞാനത് പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു 500 രൂപ കുറഞ്ഞിട്ട് ഒരു 398 രൂപയ്ക്ക് 3,998 രൂപയ്ക്ക് ആ റേഞ്ച് ആയിട്ടുണ്ട്. അതിന് ശരിക്കും 4,500 സംതിങ് റേഞ്ച് വരുന്നത് കേട്ടോ. TP-Linkൻ്റെ ടാപ്പ് 360 മോഡലിൽ നമുക്കിപ്പോൾ 3 മെഗാപിക്സലിൻ്റെ മോഡൽ പുതിയ മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കിപ്പോൾ 2,700 റേഞ്ച് നമുക്ക് വന്നേക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്യൂബോൻ്റെ നമ്മുടെ മിനി UPS ഉണ്ട്, റൂട്ടർ UPS. അതിനിപ്പോൾ നല്ല പ്രൈസ് കുറഞ്ഞിട്ട് 990 രൂപയ്ക്ക്, അതായത് 1000 രൂപ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 500 രൂപ കുറഞ്ഞിട്ടുണ്ട്. ക്യൂബോൻ്റെ UPS ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ക്യൂബോ എന്ന് പറയുന്നത് ഹീറോൻ്റെ ഒരു ബ്രാൻഡാണ്. നമുക്ക് ഫസ്റ്റ് വന്ന ഒരു ഡിവൈസിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതൊരു ഫ്രീ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചെയ്തു തന്നു. പിന്നെ അടുത്ത വന്ന മോഡലിൽ ഒരു കുഴപ്പമുണ്ടെന്നില്ല, നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. എന്താ വെച്ചാൽ ആദ്യം നമുക്ക് വാങ്ങിച്ചപ്പോൾ വന്ന മോഡലിന് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് തന്നെ എന്തോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ബോർഡ് പോയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അവരപ്പം തന്നെ വാറണ്ടിയിൽ നമ്മളവരെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു വാറണ്ടിയിൽ അവർ പുതിയ ഡിവൈസ് പിക്കപ്പ് ചെയ്തിട്ടും പോകാന്ന് വെച്ചാൽ പുതിയ ഡിവൈസ് നമുക്ക് പഴയ ഡിവൈസ് പിക്കപ്പ് ചെയ്തിട്ട് പുതിയ ഡിവൈസ് നമുക്ക് അയച്ചു തന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ടിവിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെ 32-inch TV നമുക്ക് 11,249 റേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ റെഡ്മിയുടെ 32-inch TV എന്ന റേറ്റ് പറഞ്ഞാണെങ്കിൽ 2,400 രൂപ റേഞ്ച് ആയിട്ടുണ്ട്. സോണിയുടെ 43-inch 4K TVക്ക് നമുക്ക് 38,999 ആയിട്ടുണ്ട്. OnePlusൻ്റെ 50-inch Y സീരീസിൻ്റെ മോഡൽ നമുക്ക് 28,500 ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ക്രിസ്റ്റൽ നിയോ മോഡൽ നമുക്ക് 30,999. അത് എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ ക്രിസ്റ്റൽ മോഡൽസ് നല്ല മോഡൽസാണ്. ഞാൻ പേഴ്സണലി ഇപ്പോൾ റീസെൻ്റ്ലി പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ, നല്ല മോഡലാണ് കേട്ടോ. പക്ഷേ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് OS ഇഷ്ടമില്ലാത്തവർ എടുക്കണ്ട. എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ടൈസൻ്റെ ഒരു ലോഞ്ചറാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ പേഴ്സണലി പറയുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ലോഞ്ചറിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാതെ ഞാൻ പറയുള്ളൂ, കുറേ ഫീച്ചേഴ്സും കുറവുണ്ട്. പിന്നെ ഗോപ്രോൻ്റെ കാര്യം പറഞ്ഞാൽ ഗോപ്രോ ഹീറോ 11 നമുക്ക് 52,999 ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റേഞ്ച്. അത് വലിയ കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഗോപ്രോ ഹീറോ 9 ഇരിക്കുന്നുണ്ട്. പ്ലസ് അതിൻ്റെ ഒരു ഒറിജിനൽ എക്സ്ട്രാ ബാറ്ററി പ്ലസ് അതുപോലെ തന്നെ കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സെയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നമ്മൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതിട്ടാ. പിന്നെ നമ്മൾ AC-യുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാറിൻ്റെ റേഞ്ച് വരുന്നത് 35,999. അതൊക്കെ നമുക്ക് സ്മാർട്ട് AC ആണ് വരുന്നത്. പാനസോണിക്കിൻ്റെ AC നല്ല ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക സേവിങ്സും അതുപോലെ തന്നെ നല്ല ഫീച്ചേഴ്സും തരുന്നൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നൊരു AC ആണ് കേട്ടോ. പാനസോണിക്കും പ്രത്യേകിച്ച് LG. അതുപോലെ തന്നെ LGയുടെ 1.5 ടൺ 2 സ്റ്റാറിന് നമുക്ക് 33 റേഞ്ച് വരുന്നത്. പാനസോണിക്കിൻ്റെ 1 ടൺ 3 സ്റ്റാറിനാണെങ്കിൽ നമുക്ക് 32,400. ഞാൻ പ്രൈസ് കറക്റ്റായിട്ട് പറയുന്നത് വെച്ചാൽ അത് വാരി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂ സ്റ്റാറിൻ്റെ 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാറിന് നമുക്ക് 35 സംതിങ് വന്നിട്ടുണ്ട്, 35,500. അതാണ് റേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റ്സുകളുടെ കാര്യം പറയാം. ആപ്പിൾ വാച്ച് SEക്ക് നമുക്ക് നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. 26 സംതിങ് റേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്.
ഇൻസ്റ്റാ 360 മോഡൽ, അതായത് ആക്ഷൻ ക്യാമറ X3 മോഡൽ 46 ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലിനോവ ടാബ് P11, അതായത് അവരുടെ ഒരു ഹൈ റേഞ്ച് ഒരു ടാബാണ്, അതിന് 29,999 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോങ് പാട്ടിൻ്റെ BTW220 എന്ന് പറഞ്ഞൊരു TWS നമുക്ക് 1199 ആയിട്ടുണ്ട്. ബോട്ട് വൈവ് എട്ടാണ് സ്മാർട്ട് വാച്ചിന് നമുക്ക് 1700 ആയിട്ടുണ്ട്. ആപ്പിൾ വാച്ച് 8ന് നമുക്ക് 39,990 ആയിട്ടുണ്ട്. നല്ല ഡീലാണ്, 3,000-4,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. സോണിയുടെ 1000XM5 എന്ന് പറഞ്ഞ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതിന് 25 ആയിട്ടുണ്ട്, അത് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബോസിൻ്റെ ഒരു TWS ക്വൈറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞ TWS നമുക്ക് 21,500 ആയിട്ടുണ്ട്. OnePlus Buds Pro നിങ്ങൾക്ക് അറിയായിരിക്കും, അതിന് നമുക്കൊരു 1000 രൂപ കുറഞ്ഞിട്ട് ഒരു 8,999 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഡീൽസുകൾ. കുറേ ഞാൻ എന്തായാലും മോസ്റ്റ്ലി എല്ലാ മേജർ ഡീൽസുകളുടെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാറ്റഗറി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ഈസിയായിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേജർ എന്ന് വെച്ചാൽ കുറേ ഉണ്ടല്ലോ, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാത്തിനും ലാപ്ടോപ്പിനൊക്കെ കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മാക്ബുക്ക് പ്രോ അതുപോലെ തന്നെ മാക്ബുക്ക് എല്ലാത്തിനും റേഞ്ച് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസൂസിൻ്റെ ടഫ് സീരീസിനും റേറ്റ് വന്നിട്ടുണ്ട്, 50-ന് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഡീൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജനുവരി 20-ന് മുമ്പ് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാറ്റഗറി വൈസ് ആയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ കംപ്ലീറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു GoPro Hero 9 കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീലിനാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ GoPro Hero 9 നിങ്ങൾക്ക് അറിയായിരിക്കും പ്രൈസ്. ഇതെനിക്ക് ആക്ച്വലി 2 year വാറണ്ടി വരും. നമ്മൾ ആമസോണിൽ വാങ്ങിച്ചല്ല, പേഴ്സണൽ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് ഇവിടുന്ന്. അപ്പോൾ 2 year വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് 11 months സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഒരു 1 year കൂടി വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര റയർ യൂസാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ട സാധനം പുതിയതുപോലെ ഇരിക്കും, ഒരു സ്ക്രാച്ചോ സംഭവമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ ട്രൈപോഡ്, മിനി ട്രൈപോഡ്, അതുപോലെ തന്നെ കുറേ അക്സസറീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SD കാർഡ് ഉണ്ട്, സാൻഡിസ്കിൻ്റെ എക്സ്ട്രീമിൻ്റെ SD കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഗോപ്രോൻ്റെ ഒറിജിനൽ ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി പ്ലസ് ചാർജറും വരുന്നുണ്ട്. പിന്നെ കേസും അതുപോലെ തന്നെ സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ, സിലിക്കോൺ കേസ്, എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഓൾമോസ്റ്റ് ഒരു ബണ്ടിൽ പോലെ നമ്മളൊരു മാക്സിമം ഒരു 32-30 നമുക്ക് തരാൻ പറ്റും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഫ്രഷ്, കണ്ടാൽ ഫ്രഷ് പോലെ ഇരിക്കും, അതുപോലത്തെ പാക്കേജാണ്. അതുകൊണ്ട് നമ്മൾ എന്നിട്ടാണ് നമ്മൾ ഇത്ര കുറഞ്ഞ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.